കടുത്ത വംശീയ വർഗീയ വിദ്വേഷം പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇലക്ഷൻ കൈവിട്ടു പോയി, ഒന്നാം ഫേസ് കഴിഞ്ഞപ്പോൾ വന്നിട്ടുള്ള ബോധ്യം അങ്ങനെയാണോ? നോക്കൂ, അങ്ങയുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാവുന്ന കാര്യം അങ്ങ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം പൂർണ്ണമായി കേട്ടിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഞായറാഴ്ച രാജസ്ഥാനിലെ ജലോറിലും ബൻസ്വാരയിലും പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള പ്രഭാഷണമാണത്. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള പ്രഭാഷണത്തിൽ രാജസ്ഥാനിന് വേണ്ടി, ബൻസ്വാരയ്ക്ക് വേണ്ടി, ജലോറിന് വേണ്ടി കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദിയുടെ സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നാണ് അദ്ദേഹം ആ ചർച്ചയിൽ, ആ പ്രഭാഷണത്തിൽ ഉടനീളം അദ്ദേഹം ഉദ്ധരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ താല്പര്യമുള്ള ഒരു ഭാഗം മാത്രമേ കേട്ടില്ല. ചോദ്യം കേട്ടില്ല. എന്തിന് വർഗീയത പറയുന്നു എന്നുള്ളതാണ് ചോദ്യം. മറ്റേത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അദ്ദേഹം വർഗീയതയാണ് പറഞ്ഞതെന്നുള്ളത് മാതൃഭൂമിയുടെയും അഭിലാഷ് മോഹന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ആരോപണം മാത്രമാണ്. അങ്ങിവിടെ ഇതിന്റെ മുഖവുര പറയുന്ന സമയത്ത് തന്നെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിദ്വേഷ പ്രസംഗമാണിത് എന്ന ഒരു അന്തിമ വിധി അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ അവിടെ ചർച്ചയില്ല. നോക്കൂ, ഈ കാര്യത്തിൽ എന്ത് അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി പറഞ്ഞത് വർഗീയതയാണെന്ന് നിങ്ങൾ പറയുന്നത് എനിക്ക് വിശദീകരിച്ചു തരണം. ഞാൻ അദ്ദേഹം പറഞ്ഞ പ്രഭാഷണത്തിൽ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ഞാൻ ഉദ്ധരിക്കാം. നിങ്ങൾ ആദ്യം ചോദിച്ചു, എന്തുകൊണ്ട് 10 വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു പ്രധാനമന്ത്രിക്ക് വികസനത്തെ പറ്റിയിട്ടോ ജനക്ഷേമത്തെ പറ്റിയിട്ടോ പറയാനില്ലെന്ന്. അവിടെ നടത്തിയിട്ടുള്ള ഓരോ വികസന പദ്ധതികളും അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. ഇപ്പോൾ രാജസ്ഥാൻ ജലലഭ്യത കുറവുള്ള സ്ഥലമാണ്. 12 കോടി പൈപ്പ് വാട്ടർ കണക്ഷനുകൾ നടത്തിയതിൽ 19 ലക്ഷം പൈപ്പ് വാട്ടർ കണക്ഷൻസ് രാജസ്ഥാനിലാണ് വന്നത്. അതിൽ ഈ പ്രഭാഷണം നടത്തിയിട്ടുള്ള ജലോറിലാണ് 3,75,000 പൈപ്പ് വാട്ടർ കണക്ഷൻ ഉണ്ടായിട്ടുള്ളത്. രാജ്യത്ത് 3 കോടി വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 1 ലക്ഷം വീടുകൾ ജലോറിലും 3 ലക്ഷം വീടുകൾ ബൻസ്വാരയിലുമാണ്. വീടുമൊന്നും തിരഞ്ഞെടുപ്പ് ജയിപ്പിക്കില്ല. തിരഞ്ഞെടുപ്പ് ജയിപ്പിക്കണമെങ്കിൽ മുസ്ലിം ഭാഷിംഗ് വേണം, മുസ്ലിങ്ങളെ അപരവൽക്കരിക്കണം, അവരെ ചീത്ത പറയണം എന്നുള്ള നില എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോ രാജ്യത്തിന് മുഴുവനായി സബ്കാ സാത്ത് സബ്കാ വികാസ് ആണല്ലോ. അപ്പോ എല്ലാവർക്കും കുടിവെള്ളം കൊടുത്താൽ, എല്ലാവർക്കും വീട് നിർമ്മിച്ചുള്ള സർക്കാരിന് അത് പറഞ്ഞ് വോട്ട് വാങ്ങിക്കാലോ. രാജസ്ഥാനിൽ കർഷകർക്ക് മാത്രം 800 കോടി രൂപ കർഷക സമ്മാൻ നിധിയിലൂടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പ്രധാനമന്ത്രി അന്ന് പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. ദീർഘമായിട്ടുള്ള പ്രഭാഷണത്തിൽ ജനക്ഷേമ പദ്ധതികളാണ് അദ്ദേഹം വിശദീകരിച്ച മുഴുവൻ. പിന്നീട് നിങ്ങൾ ഈ പറയുന്ന വിവാദമായിട്ടുള്ള ഭാഗം, അവിടെ എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞത്? അത് രാഹുൽ ഗാന്ധി ഏപ്രിൽ 7-ാം തീയതി ഹൈദരാബാദിൽ നടത്തിയിട്ടുള്ള അപകടകരമാകുന്ന ഒരു ആവശ്യം എന്താണ്? കോൺഗ്രസ് അധികാരത്തിൽ ഏറി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആദ്യം ഒരു സർവേ നടത്തും. ആ സർവേയുടെ അടിസ്ഥാനത്തിൽ OBC, SC, ST തുടങ്ങിയിട്ടുള്ള ജാതിപരമായിട്ടുള്ള സർവേ നടത്തിയിട്ട് ഓരോ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം ഇത്രയാണെന്ന് വ്യക്തമാക്കും. അതിനുശേഷം ഒരു ഫിനാൻഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവേ ജനസംഖ്യ ആനുപാതികമായിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അൾട്രാ ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോമിസ് ആണ് കോൺഗ്രസ് അവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ സാമ്പത്തിക മേഖലയിൽ നിൽക്കുന്ന വിദഗ്ധർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഇതിനോടകം തന്നെ കോൺഗ്രസിനെ വിമർശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഹിന്ദുസ്ഥാൻ ടൈംസിൽ ലെറ്റ്സ് ടോക്ക് അബൌട്ട് മണിയൊക്കെ എഴുതിയിട്ടുള്ള ഓഥർ വരെ കോൺഗ്രസിന്റെ ഈ നയം എത്രത്തോളം അപകടകരമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. സുപ്രസിദ്ധ ക്രിക്കറ്റ് താരമായിട്ടുള്ള വെങ്കടേഷ് പ്രസാദ് കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് ഇതൊരു അബദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിഷയം വിശദീകരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പറയുന്നത്.